ദേശീയപാത വിഷയത്തിൽ അടിമാലി പള്ളിവാസൽ വെള്ളത്തുവൽ പഞ്ചായത്തുകളിൽ ആഹ്വാനം ചെയ്തിട്ടുള്ള ഹർത്താൽ പുരോഗമിക്കുന്നു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. അടിമാലി പഞ്ചായത്തിൽ LDF-ഉം UDF-ഉം പള്ളിവാസൽ വെള്ളത്തുവൽ പഞ്ചായത്തുകളിൽ UDF തനിച്ചുമാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വിശദാംശങ്ങളുമായി അഖിൽ ചേർന്നകിൽ, ദേശീയപാതയുടെ ഭാഗമായ നിര്യമംഗലം വനമേഖലയിലെ നിർമ്മാണം തടഞ്ഞുകൊണ്ടുള്ള കോടതി ഉത്തരവിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹർത്താൽ നടത്തുന്നത്. ഹർത്താൽ ഇപ്പോൾ ആദ്യ മണിക്കൂറുകളിൽ വിജയമാണോ? എന്താണ് വിശദാംശങ്ങൾ? നിതിൻ, ദേശീയപാത വിഷയത്തിൽ ആഹ്വാനം ചെയ്തിട്ടുള്ള 3 പഞ്ചായത്തുകളിൽ ആഹ്വാനം ചെയ്തിട്ടുള്ള ഹർത്താൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അടിമാലി പഞ്ചായത്തിൽ LDF-ഉം UDF-ഉം അതുപോലെ വെള്ളത്തുവൽ പള്ളിവാസൽ പഞ്ചായത്തുകളിൽ UDF തനിച്ചുമാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ഹർത്താൽ ഇപ്പോൾ ആദ്യ മണിക്കൂറുകൾ പിന്നിടുകയാണ്. ഈ മേഖലയിലെ കടകമ്പോളങ്ങൾ പൂർണ്ണമായി അടഞ്ഞുകിടക്കുന്നു. വ്യാപാര മേഖല പൂർണ്ണമായി ഹർത്താലിൽ സ്തംഭിച്ചു എന്ന് വേണം പറയാനായിട്ട്. നിരത്തുകൾ പൂർണ്ണമായി വിജനമാണ് എന്ന് പറയാൻ കഴിയില്ല. കാരണം പെട്ടെന്ന് പ്രഖ്യാപിച്ച ഒരു ഹർത്താലാണ്, 3 പഞ്ചായത്തുകളുടെ ഹർത്താലാണ്. അതുകൊണ്ട് തന്നെ ദേശീയപാതയിൽ വിനോദസഞ്ചാര വാഹനങ്ങളുണ്ട്. പക്ഷേ ഓട്ടോ ടാക്സി വാഹനങ്ങൾ ഈ മേഖലയിൽ സർവീസ് നടത്തുന്നില്ല. അതുപോലെ സ്വകാര്യ ബസ്സുകളുടെ സർവീസുകൾ നടക്കുന്നില്ല. പക്ഷേ KSRTC ബസ്സുകളുടെ സർവീസുകൾ നടക്കുന്നുണ്ട്. ദേശീയപാതയിൽ വിവിധയിടങ്ങളിൽ ഈ ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടയുന്നുണ്ട്. വാഹനം തടഞ്ഞ് 5-10 മിനിറ്റ് തടഞ്ഞിട്ട് ശേഷം വാഹനം കടത്തിവിടുന്ന ഒരു സ്ഥിതിയാണുള്ളത്. നിലവിൽ മറ്റ് അനിഷ്ട സംഭവങ്ങളോ സംഘർഷങ്ങളോ മേഖലയിൽ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ നിലയിലാണ് ഹർത്താൽ പുരോഗമിക്കുന്നത്. ഈ ദേശീയപാത വിഷയത്തിൽ ദേശീയപാത 80 നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ദേശീയപാതയുടെ ഭാഗമായ നേര്യമംഗല വനമേഖലയിലെ നിർമ്മാണ ജോലികൾ തടഞ്ഞുകൊണ്ടുള്ള ഒരു കോടതി ഇടപെടലിനെ തുടർന്നാണ് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉയർന്നത്. ആ ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ ഈ ഒരു ഹർത്താലിലേക്ക് നീങ്ങിയിട്ടുള്ളത്. നമുക്കറിയാം, ദേശീയപാത 85 നിർമ്മാണം ഇടുക്കിയുടെ വികസനത്തിന് വളരെ കരുത്താകുന്ന ഒരു കാര്യമാണ്. അത് വളരെ പ്രതീക്ഷയോടെയായിരുന്നു ഈ മേഖലയിലെ ആളുകൾ നോക്കിക്കണ്ടിരുന്നത്. മൂന്നാർ മുതലുള്ള നിർമ്മാണ ജോലികൾ, നവീകരണ ജോലികൾ തുടരുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പലയിടത്തും വീതി വർദ്ധിപ്പിച്ച് സംരക്ഷണ ഭിത്തികളും ഓറകളും ഒക്കെ തീർത്തുള്ള നിർമ്മാണ ജോലികളായിരുന്നു നടന്നു വന്നിരുന്നത്. ഈ ദേശീയപാതയുടെ നിർമ്മാണം ഏറ്റവും ആവശ്യമാകുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ മൂന്നാർ വളരെ എന്താണ് പേരുകേട്ട ഒരു ടൂറിസം മേഖലയാണ്. ആ ടൂറിസം മേഖലയിലേക്ക് എത്തുന്ന വാഹനങ്ങളുടെ എണ്ണം നമുക്ക് കണക്കാക്കുമ്പോൾ ഈ ദേശീയപാതയിൽ പലപ്പോഴും വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കും അതുപോലെ പലയിടങ്ങളിലും അപകടങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നേര്യമംഗലം വനമേഖലയിൽ റോഡിന് വളരെ വീതി കുറവുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ റോഡിന്റെ നവീകരണവും വീതി വർദ്ധിപ്പിക്കലും ഒക്കെ കാലങ്ങളായി ഉയരുന്ന ഒരു ആവശ്യമായിരുന്നു. ആ നിലയിൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ മേഖലയിൽ നിർമ്മാണ ജോലികൾ തുടങ്ങി വെക്കുകയും ചെയ്തിരുന്നു. അവിടെ വീതി വർദ്ധിപ്പിക്കുകയും ഓറയുടെ നിർമ്മാണ ജോലികളൊക്കെ നടന്നു വന്നിരുന്നത്. എന്നാൽ പെട്ടെന്നാണ് ഇപ്പോൾ ഇത്തരത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടൽ ഉണ്ടായിട്ട് ഇത്തരത്തിൽ നിർമ്മാണം തടയുന്ന ഒരു നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഹർത്താൽ ഉണ്ടായിട്ടുള്ളത്. ഈ വിഷയത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കൊപ്പം മറ്റ് സംഘടനകൾ നടക്കം വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഈ വിഷയത്തിൽ ഫലവത്തായ ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകണം. ഈ ഒരു ഉത്തരവ് തിരുത്താൻ അല്ലെങ്കിൽ മറികടക്കാനുള്ള ഒരു ഇടപെടൽ വേണമെന്നൊരു ആവശ്യമാണ് പ്രധാനമായി മുൻപോട്ട് വയ്ക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ഹർത്താലിന്റെ ആദ്യ മണിക്കൂർ സമാധാനപരമായി പുരോഗമിക്കുകയാണ്. നിതിൻ.